ഇല്ലേ? ഇതങ്ങനെയല്ല. മുമ്പിൽ നിൽക്കുന്നവനെ അള്ളാഹു വിളിക്കുകയാണ്, ഇടതുവശത്ത് നിൽക്കുന്നവനെ അള്ളാഹു വിളിക്കുകയാണ്, വലതുവശത്ത് നിൽക്കുന്നവനെയും വിളിക്കുന്നു. തീർന്നില്ല, നിന്റെ പുറകിൽ നിൽക്കുന്നവനെയും അല്ലാഹു തആല വിളിക്കുകയാണ്. നിന്നെ മാത്രം അല്ലാഹു തആല ഒറ്റപ്പെടുത്തുകയാണ്. കാരണം ഒന്ന് മാത്രം. മൻ ജറ സൗബു ഖുയലാ, നീ വസ്ത്രം ധരിച്ചപ്പോ കണ്ണങ്കാലിന്റെ താഴത്തേക്ക് ഇറക്കിയിട്ട് തിരിച്ചു. ഈ ഒറ്റ കാരണത്താൽ മനുഷ്യരെ നിന്നെ ഒറ്റപ്പെടുത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. അവിടെ ഒരു രാഷ്ട്രീയക്കാരൻ സഹായിക്കാനില്ല, ഒരു പോലീസുകാരൻ സഹായിക്കാനില്ല, ഒരു ഉദ്യോഗസ്ഥൻ സഹായിക്കാനില്ല. രാജാതിരാജനായ റബ്ബ് നിന്നെ ഒഴിവാക്കി കളഞ്ഞു. കാരണം ഒന്ന്, എന്താ? കണ്ടങ്കാലിന്റെ താഴേക്ക് വസ്ത്രം ഇറങ്ങി. പറ, ആരാ ഇവിടുത്തെ സുന്നി? പാന്റെ അങ്ങോട്ട് ഇറക്കിയിട്ട് ഷൂസിന്റെ താഴെ ഇട്ടാ ചവിട്ടണ ചില മക്കള്. എന്നിട്ട് വാപ്പ പറയാ, ഞാൻ ഇവിടുത്തെ വലിയ സ്വർഗത്തിന്റെ താക്കോല് അരഞ്ഞാച്ചരടെ കെട്ടിയിട്ടേക്കണ കാക്കായാണ്, ഞാനാണ് ഇവിടുത്തെ സുന്നിയുടെ നേതാവ്. പിള്ളേക്ക് തീറ്റ കൊടുക്കരുത്, കൊച്ചിന് തീറ്റ കൊടുക്കരുത്. അള്ളാന്റെ റസൂലിന്റെ തീരുമാനത്തിന് ഘടകവിരുദ്ധമല്ല ഈ നടപടി. ഇനി നിങ്ങളൊന്ന് സുന്നിയാവാൻ തീരുമാനിച്ചേ, സുന്നിയാവാനെന്ന് തീരുമാനിച്ചേ. നബിത്തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യത്തിൽ സുന്നിയായാൽ നിങ്ങൾക്ക് 100 ഷഹീദിന്റെ കൂലിയാണ്. നിങ്ങൾ സുന്നിയാവാൻ തീരുമാനിക്ക്. ഇന്ന് വഴുത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ആ ഇറക്കം കൂടുതലുള്ള പാന്റ് എടുത്ത് നിങ്ങളൊരു കത്തി എടുത്തിട്ട് കറക്റ്റ് ഇറക്കത്തിന് വെച്ച് കട്ട് ചെയ്യാം. എന്നിട്ട് സൂചി നൂലും വെച്ച് നിങ്ങൾ രാത്രി തന്നെ തുന്നണം. എന്നിട്ട് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിൽ കയറിയിട്ട് ആ പാന്റ് ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാം. അപ്പൊ പാന്റ് എവിടെ ഇരിക്കണു? ഇവിടെ ഇരിക്കുകയാണ്, കണ്ണങ്കാലിന്റെ മുകളിൽ ഇരിക്കുകയാണ്. അതിട്ടോണ്ട് നിങ്ങളിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ പെണ്ണുമുള്ള എന്റെ കെട്ടിയോള്, ഇതെന്താ ഈ പാന്റിന്റെ അടിയിൽ ഏതാണ്ട് ഇങ്ങനെ ചുരുണ്ടുകൂടി എലി അടിച്ചോലേക്ക് ഇരിക്കുന്നത്? നീ ആ ചായ എടുക്കടി പെണ്ണുമുള്ള, എലിയോ പട്ടിയോ പൂച്ചയോ എന്തെങ്കിലും കടിക്കട്ടെ, നീ ആ ബൂട്ടും പയറും എടുത്തു. നീ മരിക്കോട്ടോ പെണ്ണുമ്പിള്ള ചോദിക്കുമ്പോ നാണക്കേടാ, മറുപടി പറയാൻ പറ്റണല്ലോ എനിക്ക്. അങ്ങനെ പിന്നെ പെണ്ണുമ്പിള്ള മിണ്ടല്ല, നീ കണ്ണുരിച്ച് കാണിച്ചപ്പോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോ മിറ്റടിച്ചു കൊടുക്കുന്ന മോള്, വാപ്പിച്ചി എന്തേടി ഇതെന്നാ വാപ്പിച്ചി പാന്റ് ഇത് ഏത് പാന്റെ വാപ്പിട്ടാണ് ഈ വടിയിലെ അടി? നീ മിറ്റടിക്കടി. വിക്കുള്ള ആക്കായല്ല, വിക്കലില്ല ആക്കാക്ക്, പക്ഷെ വിക്കല് വരുവാ. സുഹൃത്തെ, സുന്നി ആയതിന്റെ പേരിലുള്ള നാണക്കേടാ കിട്ടണൊക്കെ. അത് കഴിഞ്ഞിട്ട് മിറ്റത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു ചങ്ങാതി പുറകിന്ന് പാന്റ് മാറിപ്പോയോ, കൊച്ചിന്റെ പാന്റാണോ എടുത്തിട്ട്? മരിച്ചു വീഴുവാ നീ. അപ്പോഴൊക്കെ നിന്റെ മനസ്സിൽ വരികയാണ്, അള്ളാന്റെ നബിയെ കെട്ടിയോള് കളിയാക്കി, റസൂലേ മോളെ ആക്ഷേപിച്ചു നബിയെ, പുറത്തേക്കറിപ്പോ ഒരാൾ ഷൂന്ന് വിളിച്ചിട്ട് കളിയാക്കി നബിയെ. പന്നാര നബിത്തങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി കണ്ണങ്കാലിന്റെ താഴത്തേക്ക് ഞാൻ ഇല്ല റസൂലുള്ളാഹ്. മരിക്കുക, കെട്ടിയോള് കളിയാക്കിയപ്പോ മരിച്ചു, മോള് കളിയാക്കിയപ്പോ മരിച്ചു, ഷൂന്ന് വിളിച്ചപ്പോ മരിച്ചു. അത് കഴിഞ്ഞ് വെയിറ്റിംഗ് ഷെഡിൽ കയറിയിരുന്നപ്പോ വെയിറ്റിംഗ് ഷെഡിലെ ആര്യശേരയിൽ രണ്ടവന്മാരുന്നുണ്ട്. ഒരുത്തൻ മറ്റവനോട് പറയാ, 2.5 മീറ്റർ എന്നും പറഞ്ഞ ആരാണ്ട് കട്ട് പീസ് കൊടുത്തതാ, തയ്ച്ചു വന്നപ്പോ എങ്ങാണ്ട് 1.5 ഉണ്ടായുള്ളൂ. ഇതിവൻ കേൾക്കുക, മറുപടി പറയണില്ല, നോക്കണില്ല, ഉരുകുകയാണ്. സഹോദര ഹംസത്തുൽ കറാർ തങ്ങളുടെ നെഞ്ചത്തേക്ക് ചാട്ടുളി വീണപ്പോ ഇടപാട് കഴിഞ്ഞു. സുമയ്യ ബീവിയുടെ രഹസ്യഭാഗത്തേക്ക് കുന്തം കയറിയപ്പോ ഇടപാട് തീർന്നു. സുന്നത്തെടുത്ത നീ ജീവിതത്തിൽ മൊത്തം മരിക്കുകയാണ്. നബി പറഞ്ഞു 100 ഷഹീദിന്റെ കൂലി തരാം. മുതലാവോ 100 ഷഹീദിന്റെ കൂലി? 100 പ്രാവശ്യമാണോ മരിക്കണത്? മരിച്ചോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ 2 അവന്മാരുകൂടി പുറകാനുണ്ട്. അപ്പൊ ഒരുത്തൻ മറ്റവന്റെ നേരെ നോക്കിയിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കോട്ടോ. അപ്പൊ അത് നീ കാണുന്നുണ്ട്, ചൂണ്ടിക്കാണിക്കോ. എന്നിട്ട് മറ്റവനോട് പറയാണ് സംഗതി ലൂസായിന്ന്. അതും നീ കാണുക, സഹിക്കുക. നീ കണ്ട അവരോട് വർത്താനം പറയണില്ല. ഓഫീസിലേക്ക് കയറി ചെന്നപ്പോൾ നിന്റെ സെക്രട്ടറി സുന്ദരിയായ ചെറുപ്പക്കാരി പെണ്ണാണ്. അവള് പാന്റ് കണ്ടു. സാറേ എന്താണ് സാർ ഈ പാന്റ് മാറി? നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ ചെയ്യുക. നിങ്ങൾ പാന്റിലും ഷർട്ടിലും കയറുന്നതിനാ? സുഹൃത്തെ, നേരം വെളുത്തി പാന്റ് ഇട്ടോണ്ട് ഓഫീസിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും എത്ര പ്രാവശ്യം നീ നാണക്കേടായിട്ടുണ്ട്, എത്ര പ്രാവശ്യം നീ മരിച്ചിട്ടുണ്ട്. നബി പറയുന്നു, മൻ അഹബ്ബ സുന്നത്തി
ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. 100 ഷഹീദിന്റെ കൂലി. എന്റെ സമുദായം സുന്നത്തിനെ അവഗണിക്കുമ്പോൾ ആരെങ്കിലും ഒരു സുന്നത്തിനെ നിലനിർത്തിയാൽ 100 ഷഹീദിന്റെ കൂലി എന്റെ ആ ചര്യ നടപ്പിലാക്കിയവനൊക്കെ അല്ലാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇനി സഹോദരിമാരുടെ കാര്യങ്ങളൊക്കെ, ഇതിപ്പോ നമ്മളെ ആണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. ഇനി സഹോദരിമാരുടെ കാര്യം നാളെ ഞാൻ നെടുമങ്ങാടിനടുത്ത് തേവമ്പാറ പ്രസംഗിക്കണം. അപ്പൊ അവിടെ ചെന്ന് പറഞ്ഞോളാം. എല്ലാവരും ഒരു 3 സലാത്തി ഇല്ലേ ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് തൽക്കാലം കൂടി പിരിയാം. തങ്ങള് ചെല്ലിയതിന്റെ പുറമെ അൽഹംദുലില്ലാഹ് ഇത്രയും അള്ളാഹുവിന്റെ അടിയാറുകൾ ഈ ഇവിടെ ആദ്യം വന്ന് പോയവര് ബഹുമാനപ്പെട്ട തങ്ങളെ ആദരിച്ചു വന്നു, ബഹുമാനിച്ചു, അങ്ങനെ പോയവരാണ്. നമ്മ അവരൊന്നും കുറ്റപ്പെടുത്താൻ പാടില്ല. അവര് മോശക്കാരൊന്നുമല്ല, പോയവരും നല്ല ആളുകൾ തന്നെയാണ്. ഇത്രയും ആളുകൾ ഇത്രയും ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായിട്ടും ഈ രാത്രി പാതിരാഴുന്നവരെ ഇവിടെ ഇരുന്നല്ലോ. ഇപ്പോഴത്തെ സമയം ചെറിയ സമയമല്ല. ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ വലിയനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇത് നടത്താമാണ്. സമയം പാതിരാത്രി കഴിഞ്ഞു. എല്ലാ മനുഷ്യരും നിദ്രയിലാണ്ട ഈ സമയത്ത് കുറെ പാവങ്ങൾ ഈ പെരുവഴിയുടെ ഓരത്ത് ഒത്തുകൂടിയിരുന്നുകൊണ്ടിട്ട് അള്ളാഹിന്റെ അദാബിനെ ഭയന്ന് അനുഗ്രഹത്തെ ആശിച്ച് കൈവക്കിയാല് അള്ളാഹു താല അത് കബൂലാക്കൂലേ? ചെറിയ കാര്യമല്ല അത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു 3 സലാത്തിന്, അത് ഞാൻ എന്റെ പരിപാടിയുടെ സമാപനത്തിൽ ഉള്ളതാണ്. ബഹുമാനപ്പെട്ട കക്കടിപ്പുറം ഷെയ്ഖ് അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ പിന്നാലെ സിറാത്ത് കടന്നു പോകാൻ അല്ലാഹു തആല നമുക്കെല്ലാം മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തങ്ങളെ ഞാൻ കണ്ടപ്പോൾ ആദ്യമേ തന്നെ തങ്ങൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട കക്കടിപ്പുറം വലിയുള്ളാടെ കാര്യമാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഹയാത്ത് കാലത്ത് 10 വർഷത്തിൽ കൂടുതൽ ബഹുമാനപ്പെട്ട കക്കടിപ്പുറവുമായിട്ട് ബന്ധപ്പെടാൻ ഈ മഹാഭാവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാഭാഗ്യം നൽകി അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട കക്കടിപ്പുറത്തിനോടുള്ള കടപ്പാട് എന്ന നിലയ്ക്കാണ് എന്റെ മുമ്പിൽ 3 മനുഷ്യന്മാരെ കൂടെ ഉള്ളെങ്കിലും അവരെ കൊണ്ടിട്ട് ഞാനൊരു 3 സലാത്തിനാരി ചെല്ലിപ്പിച്ച് അതിന്റെ കൂലി സലാത്തൊക്കെ റസൂലുള്ളാഹിക്കാണ്ടോ നമ്മൾ ചെല്ലുന്ന ഇത് നിങ്ങളുടെ ജീവിതത്തിലെ എന്റെ ബഹുമാനികളെ സുന്നത്തിലേക്കൊക്കെ നമുക്ക് അടുക്കാനുള്ള ഒരു മാധ്യമമായി. നബി തങ്ങളൊരു വർത്താനം പറഞ്ഞു. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒരു വാക്ക്. മൻ സല്ലാ അലയ്യ മിഅത്തൻ കതബല്ലാഹു ബൈന ഐനൈഹി ബറാഅത്തുൻ മിനൻ നിഫാഖി വ ബറാഅത്തുൻ മിനൻ നാർ അസ്കറഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅ ശുഹദാഇ നബിയനാ റസൂലുള്ളാഹി. ഒരു സുന്നത്തിന് 100 ഷഹീദിന്റെ കൂലി തരാന്ന് പറഞ്ഞ അതേ നാക്കും കൊണ്ട് പറയാ, ദിവസം നിങ്ങൾ 100 സലാത്ത് പതിവാക്കിയാൽ നിങ്ങളുടെ മുഖത്ത് അല്ലാഹു തആല ഈമാനിന്റെ പ്രകാശം തരും. നരക അവകാശി അല്ലാന്ന് രേഖപ്പെടുത്തും. അല്ലാഹു പറഞ്ഞില്ലേ, യൗമ തബിയല്ലു ഉജൂഹ്. മഹ്ശറയിൽ കുറെ ആളുകൾ മുഖം അഴകായി വരുന്നതാണ്. വതസ്വദ്ദു ഉജൂഹ്. കുറെ ആളുകൾ മുഖം ഇരുണ്ടു വരുന്നതാണ്. ഈ മുഖം അഴകായി വന്ന പാർട്ടി ആരാന്നറിയോ? ഒളുവിന്റെ അടയാളങ്ങളല്ലേ പറഞ്ഞ. ഒളുവിന്റെ അടയാളങ്ങൾ ഞാൻ കയ്യും കാലും മുഖവും എല്ലാം തിരിച്ചറിയുന്ന ഒരു പ്രത്യേക അടയാളമാണ്. അല്ലാതെ തന്നെ ഒരു അടയാളമാണ് ഈ ഖുർആനിൽ പറയുന്നത്. ആ അടയാളം എങ്ങനെയാണെന്നറിയോ? മുഖത്തിന് മാത്രമുള്ള ഒരു ശോഭയാണ്, ഒരഴക്. അതെങ്ങനെയാണെന്നറിയോ? അത് നബി പറഞ്ഞു, ഡെയിലി 100 സലാത്തിൽ നിന്നവരുടെ മുഖത്ത് അള്ളാഹു എഴുതുന്നു, കതബല്ലാഹു ബൈന ഐനൈഹി ബറാഅത്തുൻ മിനൻ നിഫാഖ് വ ബറാഅത്തുൻ മിനൻ നാർ. 100 സലാത്തിൽ നിന്നവർക്ക് കിട്ടുന്ന പവറായത്. അതായത് ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് നമ്മളെല്ലാം ഓടി അങ്ങ് ചെല്ലും. ഓടിയെങ്കിലും അവിടേക്കിങ്ങനെ മലക്കുകള് ഇവനെ ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക്, ഇവളെ ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ പറ്റിയതാണോ എന്ന് തീരുമാനിക്കണം മുഖത്ത് നോക്കിയിട്ടാ. അങ്ങനെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഈ പറയപ്പെട്ട അഴക് കണ്ടാൽ അടുത്തേക്ക് വിളിക്കുന്ന റസൂലുള്ളാഹിയുടെ അടുത്തേക്ക്. അല്ലാത്തവരെ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് നിന്ന് മലക്കുകൾ ആട്ടി അകത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ അഴക് ഈ ദുനിയാവിലും ഉണ്ട്. ഞാൻ നിങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് വന്നതാണല്ലോ, ഞാനത് പറഞ്ഞല്ലോ. നിങ്ങളൊരു 10 ആളെ എന്റെ മുമ്പിൽ കൊണ്ടുവരാം. ഈ 10 ആളില് 5 ആള് ബിദ്അത്തുകാരാണ്, 5 ആള് സുന്നത്ത് ജമാഅത്തിന്റെ ആളുമാണ്. ഈ 10 ആൾക്കും നിങ്ങൾ വേണമെങ്കിൽ ഒരേ യൂണിഫോം കൊടുത്തോ, 10 വരെ കൊണ്ട് വേണി തൊപ്പി വെപ്പിച്ചോ. 10 ആളും ക്ലീൻ ഷേവുമാണ്. എന്റെ മുമ്പിൽ നിങ്ങൾ കൊണ്ടാ ഈ 10 എണ്ണത്തിനെ ഞാൻ മുഖത്ത് നോക്കിയിട്ട് ഇവൻ ബിദ്അത്താണ്, ഇവൻ സുന്നത്താണ്, ഞാൻ മുഖത്ത് നോക്കിയിട്ട് പറയാം. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ മുഖത്ത് നോക്കി അറിയാം ഇത് സുന്നിയാണെന്നുള്ളത്. അത് ഈ ദുനിയാവിൽ അറിയണ്ടേ. ദുനിയാവിൽ അറിയണെന്താ? നബി തങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണ് ഇത് അറിയണേ. ഈ അടയാളം നാളെ മനുഷ്യരിലുണ്ടാവും.
ഇങ്ങനെ മുഖത്തിന് അഴക് കിട്ടുന്ന ആളുകൾക്ക് അസ്കനഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅശ്ശുഹദാ, മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശുഹദാക്കളുടെ പദവി കൊടുത്ത് ആദരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 100 സലാത്ത് ഡെയിലി പതിവാക്കുന്നവർക്ക് ഹംസത്തുൽ കറാർ തങ്ങളുടെ കൂടെയാണ് മഹ്ശറയിൽ താമസം. സുമയ്യ ബീവിയുടെ കൂടെയാണ് മഹ്ശറയിൽ താമസം. കണ്ടോ മഹ്ശറ എന്നൊക്കെ പറഞ്ഞാൽ ഈ റോട്ടിൽ കൂടെ രാത്രി ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോ ശൈലി കാണാൻ നൈറ്റ് കടയിലേക്ക് ഒതുക്കിയിട്ട് ഒരു ഡബിളും കൂടെ അടിക്കടാന്ന് പറഞ്ഞു. 2 കോഴിവട്ടെടുത്ത് കൂട്ടി അടിച്ചിട്ടും കൂടെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ചുരുട്ടി കൂട്ടി വായിലേക്കിട്ട് മിണുങ്ങണ മാതിരിയാ ഈ മഹ്ശറ എന്നൊക്കെ ഈ ആൾക്കാർ മനസ്സിലാക്കിയേക്കണേ. അങ്ങനെയൊന്നും അല്ല. ഈ മഹ്ശറ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കരഞ്ഞിട്ട് കണ്ണീന്ന് ചോര വീഴുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അല്ലാ അല്ലാ നീ ഞങ്ങളൊന്ന് നരകത്തിലേക്ക് മാറ്റി താട്ടെ അല്ലാ, ഇങ്ങനെ ആവശ്യപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഞാൻ നിർത്തുക. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ പറയാം 100 സലാത്ത് നിങ്ങൾ ഡെയിലി പതിവാക്കി. അത് അവിടെ വെച്ച് നിർത്തിയാൽ എന്താണെന്നറിയോ? നിർത്താൻ കാരണം എനിക്ക് തിരിച്ചു പോകാനുള്ള വണ്ടിയുടെ ടൈമായി. അതുകൊണ്ട് ഞാൻ നിർത്തുക. നിങ്ങൾ പറ്റുന്നവരെ ഡെയിലി പതിവാക്കിക്കോ. ഭയങ്കര മാറ്റം ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ. 100 പതിവാക്കി നോക്കിയോ. സുന്നത്തിലേക്ക് നല്ല അടുപ്പം, വിദ്വത്തിൽ നിന്നത്തെ നല്ല അകൽച്ച നിങ്ങൾക്കുണ്ടാവും. അപ്പോ ഒരു 3 സലാത്തിനാരിയ, നമ്മൾ സലാത്ത് ആകെ റസൂലുള്ളാഹിക്കാ ചെല്ലുന്നത്. 3 സലാത്തിനാരിയ അതും ചെല്ലണത് റസൂലുള്ളാഹിക്കാണ്. കൂലി മഹാനായ കക്കടിപ്പുറം വലിയുള്ളാഹിക്ക് ഹദിയ ചെയ്യണം. അങ്ങനെ ഹദിയ ചെയ്തിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന ദുആക്ക് ആമീൻ പറയണം. ബഹുമാനപ്പെട്ട തങ്ങൾ ഇറങ്ങിപ്പോയ സ്റ്റേജായത്. ആമീൻ പറയണം. ആമീൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ആദരിക്കുന്നവരാ, അല്ലെങ്കിൽ ഇവിടെ ഒന്നും ഈ പരിപാടി ഉണ്ടാവില്ലല്ലോ. ഈ അഹങ്കാരത്തിന്റെ മനസ്സായി ഇവരെയൊക്കെ അവഗണിക്കാനുള്ള കാരണം പോട്ടെ, അതിലേക്ക് ഞാൻ ചർച്ചയിലേക്ക് വന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ആദരിക്കുന്ന ഈ മജ്ലിസ് ഇവരുടെ കഴിവുകളും മഹത്വങ്ങളും അംഗീകരിക്കുന്നവരാണ്. കക്കടിപ്പുറം വലിയുള്ളാടെ റൂഹ് കൊള്ളെ 3 സലാത്തിനാരിയെ ചൊല്ലി അതിന്റെ കൂലി ഹദിയാക്കിയിട്ട് നിങ്ങൾ ആമീൻ പറയണം. പിന്നെ ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടതാണ്. എൻ്റെ ശൈലിയും എൻ്റെ ഭാഷയും എൻ്റെ വർത്താനവും പെരുമാറ്റവും ഒക്കെ നിങ്ങൾക്ക് വല്ല വെറുപ്പോ വേദനയോ വിഷമോ ഉണ്ടാകാവുന്നത് എന്തെങ്കിലും വന്നുപോയെങ്കിൽ നിങ്ങളതൊക്കെ എന്നോട് മാപ്പാക്കണം, പൊരുത്തപ്പെടണം. ഞാൻ ഒരു ഇൽമില്ലാത്തവനാണ്, ഇബാദത്ത് കുറഞ്ഞവനാണ്, ഈമാൻ കുറഞ്ഞവനാണ്, തഖ്വ കുറഞ്ഞവനാണ്. പക്ഷെ ഞാനിവിടെ ഇരുന്ന് നടത്തിയ പണിയാ എന്താണെന്നറിയോ? മമ്പറം സയ്യിദ് അലവി തങ്ങൾ, ബഹുമാനപ്പെട്ട നിങ്ങളുടെ ഈ മക്കാമിൽ അതിൻ്റെ പേര് ഖാദിയ സൈനാർ തങ്ങൾ മഹാനവറുകൾ, അതുപോലെ വെളിയങ്കോട്ട് ഉമർ ഖാദി തങ്ങൾ, ബഹുമാനപ്പെട്ട മടവൂർ CM വലിയുള്ള, ബഹുമാനപ്പെട്ട ഭീമാപ്പള്ളി മാഹിൻ അബൂബക്കർ വലിയ, ഇങ്ങനെയുള്ള മഹാന്മാര് ചെയ്യുന്ന പണിയാ ഈ 7ാം കൂലി ഈ കസേര കയറിയിരുന്ന് ചെയ്തത്. അല്ല, ഔലിയാക്കന്മാര് ചെയ്യണ പണിയാ ഞാൻ ചെയ്തത്. അപ്പൊ ഈ മനുഷ്യന്മാര് ചെയ്യണ പണി ഈ വിവരമില്ലാത്തവൻ ചെയ്യുമ്പോ അതിനകത്ത് ന്യൂനത സ്വാഭാവികമായിട്ടുണ്ടാവും അല്ലേ? മനഃപൂർവ്വം ഒരു ന്യൂനതയും വരുത്തിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതെല്ലാം എനിക്ക് മാപ്പാക്കണം, പൊരുത്തപ്പെട്ട് തരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൽക്കാരം നടത്തിയതായ തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിനും, അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന എൻ്റെ പിന്നാലെ അവിടുന്ന് ഖിദ്മത്തൊക്കെ എടുക്കുന്ന ബഹുമാനപ്പെട്ട അബീദാജിക്കും ഒക്കെ റഹ്മാനായ റബ്ബെ ദുനിയാവിലും ആഖിറത്തിലും ആനന്ദകരമായ ജീവിതം നീ നൽകി അനുഗ്രഹിക്കുന്ന തമ്പുരാന്. അതുപോലെ എന്നോടൊക്കെ പലരൊക്കെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാണ്ട് 7 or 8 വർഷമായി എന്നൊക്കെ പറഞ്ഞ ഒരാൾ ദ്വാരക്കാൻ പറഞ്ഞു. ഈ തേൻ കക്കടിപ്പുറം വലിയുള്ളാടെ പേരിൽ ഇവിടെ കൊടുക്കുന്ന ഇത് വാങ്ങി എനിക്ക് 100 അനുഭവമുണ്ട്. 100 അനുഭവം വാങ്ങിയിട്ട് ഇൻഷാ അള്ളാ ആ ദമ്പതികൾക്ക് നിങ്ങൾ കൊടുക്ക്. അല്ലാഹു തആല സലാത്തിന്റെ ബർക്കത്തുകൊണ്ട്, ഈ മജ്ലിസിന്റെ ഹുർമത്തുകൊണ്ട്, ഇവിടെ കിടക്കുന്ന മഹാനായ തങ്ങളുടെ കറാമത്തുകൊണ്ട്, കക്കടിപ്പുറം വലിയുള്ളാടെ കറാമത്തുകൊണ്ട് അല്ലാഹു തആല ഇത് കഴിക്കുന്ന ദമ്പതികൾക്ക് വാത്സല്യമുള്ള അഴകുള്ള നല്ല കുഞ്ഞുങ്ങളെ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കാം. ഞാൻ നിർത്തുക. എല്ലാവരും ഒന്ന് ചൊല്ലിക്കാൻ എൻ്റെ കൂട്ടത്തിൽ ഒരു 3 സലാത്തിൻ നാരിയ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ തൻഹല്ലു ബിഹിൽ ഖുദു വതൻഫറജു ബിഹിൽ ഖുർബു വതുഖ്ളാ ബിഹിൽ ഹവായിജ وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك
اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد صلى الله عليه وسلم الذي تنحل به العقد وتنفرج به الكربات وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقي الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد صلى الله عليه وسلم الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس. റഹ്മാനായ പടച്ചവനെ, പാവങ്ങളാ റബ്ബേ. ഇൽമി ഞങ്ങൾക്ക് കുറവാണ്, ഇബാദത്ത് കുറവാണ്, ഈമാൻ കുറവാണ്, തഖ്വ കുറവാണ്, അമല് കുറവാണ്. എല്ലാ നിലയിലും മോശപ്പെട്ട ഈ മഹാപാപികളെ ചെല്ലിയ സ്വലാത്തിന്റെ ബർക്കത്തുകൊണ്ട് എല്ലാം തികഞ്ഞ മഹാന്മാരുടെയും മഹദികളുടെയും കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഇനി എത്ര കാലം ഞങ്ങൾ ജീവിതം ഉണ്ടോ ആ ജീവിതത്തിൽ നിനക്കും നിന്റെ ബന്നാർ നബിക്കും വെറുപ്പുള്ളതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വരാതെ കാക്കണേ അല്ലാ. പടച്ചവനെ, ഹലാലല്ലാത്ത ഒരു പിടി ഭക്ഷണമോ ഒരിറക്ക് വെള്ളമോ ഞങ്ങളുടെ ആരുടെ ഉദരത്തിലാവാതെ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പിഴവുകളും കുറ്റങ്ങളും അല്ലാ ഞങ്ങൾ ചെല്ലിയ സ്വലാത്തിന്റെ വർക്കത്തും ഞങ്ങൾക്ക് പുറത്തു തരണേ പടച്ചവനെ. എന്തോരാ ചെയ്തേക്കണം പടച്ചവനെ, അറിഞ്ഞ് ചെയ്തേക്കണമെന്നുണ്ട്, അറിയാതെ ചെയ്തേക്കണമെന്ന് പടച്ചവനെ, എല്ലാം നീ ഞങ്ങൾക്ക് മാഫാക്കി തരണേ അല്ലാ. നാളെ നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ പലരും മയ്യത്താണ് പടച്ചവനെ. അടുത്ത ദിവസത്തെ പത്രത്തിൽ ചരമകോളത്തിൽ ഞങ്ങളുടെയൊക്കെ പേര് വരാൻ പോകും. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളെ നീ തവ്വാബീങ്ങളിൽ പെടുത്തണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ നൊന്ത് പെറ്റ ഞങ്ങളുടെ പലരുടെ ഉമ്മച്ചിമാര് ഖബറിലാണല്ലോ, ഞങ്ങളെ ഓമരിച്ച ഉപ്പിച്ചിമാര് ഖബറിലാണല്ലോ, ഞങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളികളായി ജീവിച്ച ഞങ്ങളുടെ ഇണകൾ പലരും ഖബറിലായി പോയി പടച്ചവനെ. ഞങ്ങളുടെ കണ്ണിലുണ്ടികളാ ഞങ്ങളുടെ പൊന്നോമനകൾ പലരും ഖബറിലായി അല്ലാ. ഞങ്ങളുടെ മരണപ്പെട്ടുപോയ ഞങ്ങളുടെ ഈ പറയപ്പെട്ടവരും അല്ലാത്തവരുമായ എല്ലാ കുടുംബാദികളുടെ ഖബറുകളെയും അല്ലാ നീ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ. ഈ മഹാഭാവിയുടെ വാപ്പായും ഖബറിലാണ്, എൻ്റെ ഭാര്യയുടെ വാപ്പായും ഖബറിലാണ് പടച്ചവനെ. അവരുടെ എല്ലാ ഖബറുകളെ അല്ലാ കണ്ണെത്താ ദൂരം നീ വിശാലമാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഇതുപോലെ ഞങ്ങളെ കുഴിച്ചിട്ട് കഴിയുമ്പോ ഇങ്ങനെയൊക്കെ വട്ടം കൂടിയത് ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്ന ഒരു സമൂഹത്തെ ഈ ഭൂമുഖത്തിന് നിലനിർത്തി തരണേ തമ്പുരാന്. അങ്ങനെയൊന്നും ദ്വാരക്കണ്ട ചെയ്യണ്ടെന്നൊക്കെ പഠിപ്പിക്കുന്ന ബിദ്ഈ പ്രസ്ഥാനത്തിലേക്കൊന്നും ഞങ്ങളുടെ മക്കളെയോ കുടുംബത്തിനോ അടുപ്പിക്കാതെ നീ കാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, കരുണയുള്ള റബ്ബേ, ഞങ്ങളെ ഒന്നും മാരകമായ ഭീകരമായ ജനങ്ങൾ അറയ്ക്കുന്ന വെറുക്കുന്ന പകരുന്ന ഒരു രോഗത്തിനും അടിമയാകാതെ കാക്കണേ പടച്ചവനെ. ക്യാൻസർ രോഗം എന്ന് ദുനിയാവിൽ പടർന്ന് പന്തലിക്കുക പടച്ചവനെ. മാരകമായ രോഗത്തിന് ഞങ്ങളെ ആരെയും അടിമകളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഉമ്മ ഉപ്പാനെ അടിമകളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഇണകളെയും പൊന്നോമനകളെയും ആ രോഗം പിടിപെടാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ ആരെയും അല്ലാ കുഷ്ഠം പിടിപെടാതെ കാക്കണേ അല്ലാ. പടച്ചവനെ, കയ്യും കാലും കയറിട്ട് കെട്ടേണ്ട മാനസിക രോഗങ്ങൾക്ക് തരാതെ കാക്കണേ അല്ലാ. അല്ലാ, ദുനിയാവിൽ ജീവിക്കുമ്പോ ഇരുന്ന് നിറങ്ങേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ആംഗ്യം കാണിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. തപ്പി തടയേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങളും സാലിഹത്തുകളും ആലിമ്യങ്ങളും ആലിമത്തുകളും ആക്കണേ പടച്ചവനെ. പൊന്നോമനകളെ കൊണ്ട് തല താഴ്ത്തേണ്ട അവസ്ഥ ദുനിയാവിൽ തരല്ലേ പടച്ചവനെ. എൻ്റെ മോനാത് ചെയ്തത് എൻ്റെ മോളാത് ചെയ്തെന്ന് അഭിമാനത്തോടെ പറയാവുന്ന നിലയിൽ ഞങ്ങളുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളൊക്കെ പലരും പഠിച്ചുകൊണ്ടിരിക്കുക പടച്ചവനെ. 100% മാർക്ക് മേടിച്ചാലും തോക്കണം ദുനിയാവിലെ ഞങ്ങളുടെ മക്കളൊക്കെ പരീക്ഷ എഴുതുന്ന പടച്ചവനെ. നിന്റെ മഹളായ ഫضലുകൊണ്ട് ഞങ്ങളുടെ മക്കളെയൊക്കെ പരിപൂർണമായ വിജയം തന്നെ അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഈ മഹത്തായ മജ്‌ലിസിന്റെ ചുറ്റും ധാരാളം സഹോദരിമാർ വന്ന് പങ്കെടുത്തിട്ടുണ്ട് പടച്ചവനെ. അതിനകത്തൊക്കെ അവിവാഹിതകളായ പെൺകുട്ടികളുണ്ട്. ഒരു ബീഡി പോലും വലിക്കാത്ത, ഒരു പാൻ മസാലയുടെ കഷ്ണം പോലും വായിലിടാത്ത സൽ സ്വഭാവിയായ ഇണയുമായി പടച്ചവനെ ഈ പരിസരത്ത് കൂടി അവിവാഹിതകളായ പെൺകുട്ടികൾക്ക് നീ വിവാഹം എളുപ്പമാക്കി കൊടുക്കണേ പടച്ചവനെ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന തൊഴിലുകളിലെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് നാളെ ഫിത്തനയിലാകുന്ന ഒരു രൂപ പോലും ഞങ്ങൾക്ക് നീ തരാതെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. റഹ്മാനെ, ഞങ്ങളെ ആരെയും കള്ളക്കേസിൽ കൊടുക്കല്ലേ അല്ലാ, കടക്കണിയിലാക്കല്ലേ അല്ലാ. എല്ലാവിധ ഉപദ്രവകാരികളുടെ ഉപദ്രവങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണേ പടച്ചവനെ.
റഹ്മാനായ അള്ളാഹുവേ, ഞങ്ങളൊക്കെ മരണത്തിലേക്ക് അടുക്കുക പടച്ചവനെ. ആശുപത്രിയിൽ നിന്ന് മടക്കി ഇനി രക്ഷയില്ല. ഇങ്ങനെയൊക്കെ ഞങ്ങളെ പറ്റി പറയാൻ പോവാ പടച്ചവനെ. ആ സമയത്തും സ്വയബോധത്തോടെ സംസാരിക്കാനുള്ള ശേഷിയോടെ അന്ത്യശ്വാസത്തിനൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ അള്ളാഹ് നീ ഞങ്ങൾക്കെല്ലാം ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളുടെ ആരുടെ മയ്യത്ത് പ്രദർശന വസ്തു ആക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ജനാസ ഞങ്ങൾക്ക് വെറുപ്പുള്ളവരുടെ കയ്യിൽ നീ കൊടുക്കല്ലേ അല്ലാ. ഉമ്മിച്ചീ ഉപ്പിച്ചീ എന്നുള്ള ശബ്ദമില്ലാത്ത വിളിയോടെ, ഇടറുന്ന തൊണ്ടയോടെ, വിറയ്ക്കുന്ന അധരങ്ങളോടെ ഞങ്ങളുടെ പൊന്നോമനകളെ കൊണ്ട് ഞങ്ങളുടെ ജനാസ നീ പരിപാലിപ്പിക്കണേ അല്ലാ. മറയടക്കി തരീക്കണേ അല്ലാ. എല്ലാ വെള്ളിയാഴ്ചയും ജുമാസ്കാരം കഴിയുമ്പോൾ ഉമ്മിച്ചീന്ന് വിളിച്ചോണ്ട് ഉപ്പിച്ചീന്ന് വിളിച്ചോണ്ട് ഖബറിലേക്ക് വരുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ കബൂലാക്കണേ അല്ലാ. എല്ലാ ദിവസവും മഗ്‌രിബ് നിസ്കാരം കഴിയുമ്പോൾ ഉമ്മിച്ചീന്ന് വിളിച്ച് ഉമ്മിച്ചി ഉപ്പിച്ചീന്ന് വിളിച്ച് നിസ്കാരപ്പായിൽ നിന്ന് യാശുവിനെ ദ്വാരക്കുന്ന നല്ല പെൺകുഞ്ഞുങ്ങളാക്കി ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പൊന്നോമനകളുടെ ജനാസ കഫൻ ചെയ്യേണ്ട അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളുടെ പേരക്കുഞ്ഞുങ്ങളുടെയും ജനാസ കഫൻ ചെയ്യേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. പടച്ചവനെ, പൊന്നാറ് നബി പൊന്നുമോന്റെ ജനാസ മടിയിൽ വെച്ചിട്ട് മോനെ അയ്യാ യാ ഇബ്രാഹിം, എന്റെ മോനെ ഇന്നീല മഹസൂൻ, ഞാൻ വലിയ സങ്കടത്തിലാണ് മോനെ എന്ന് മോന്റെ ജനാസ നോക്കി പൊന്നാർ നബിക്ക് പറയേണ്ടി വന്നെങ്കിൽ പടച്ചവനെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റൂല അല്ലാ. നീ ഞങ്ങളെ അതുപോലുള്ള പരീക്ഷണത്തിലൊന്നും മകപ്പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പൊന്നോമനകളെ യതീംഖാനയിലേക്ക് വിടാവുന്ന നിലയ്ക്ക് ഞങ്ങളെ മൗത്താക്കി കളയല്ലേ പടച്ചവനെ. അള്ളാഹുവേ, ശുഭലക്ഷണത്തോടെ കണ്ണീരൊഴുകി, നെറ്റി വേർത്ത്, ചുണ്ടുകൾ ഉണങ്ങി, മൂക്കിന്റെ ദ്വാരങ്ങൾ വിടർന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ആരുടെയും ഖബറുകൾ വാരിയല്ലുകൾ കോർക്കപ്പെട്ട നിലയിലാക്കല്ലേ അല്ലാ. ഹൗദുൽ കൗസർ കുടിക്കുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. പടച്ചവനെ, സിറാത്ത് ഓടിക്കടക്കാൻ അനുഗ്രഹിക്കണേ അല്ലാ. അധികം തിന്നുന്നത് സ്ത്രീകളാണെന്ന് പൊന്നാര നബി പഠിപ്പിച്ചെങ്കിൽ പടച്ചവനെ, മദ്രസയിലെ പാഠപുസ്തകം പോലും കാണാത്ത പാവങ്ങളാ ഇതിന്റെ ചുറ്റുവട്ടത്തിരിക്കുന്നത് പടച്ചവനെ. ഞങ്ങളുടെ ഉമ്മ പെണ്ണാണ്, ഞങ്ങളുടെ പെങ്ങള് പെണ്ണാണ്, ഞങ്ങളുടെ ഭാര്യ പെണ്ണാണ് പടച്ചവനെ, ഞങ്ങളുടെ മോള് പെണ്ണാണ്. അല്ലാ, സിറാത്തിൽ നിന്ന് തെന്നാൻ ഇടയാക്കണ്ടേ പടച്ചവനെ. ഓടിക്കടക്കുന്നവരിൽ പെടുത്തണേ റഹ്മാനെ. പടച്ചവനെ, നിന്റെ ലിഖാ ഞങ്ങൾക്ക് താട്ടെ അല്ലാ. നിന്നെ നേരിട്ട് കാണുന്ന മഹാഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ. പടച്ചവനെ, എന്നോട് പലരും ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും എന്റെ സംഘാടകരാകുന്ന സംഘാടകരിൽപ്പെട്ട 1-2 ആളുകൾ എന്നോട് പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു. റഹ്മാനായ അള്ളാഹുവേ, ഇതിന്റെ സംഘാടകരായ മുഴുവൻ അടിയാറുകളും അവരൊക്കെ എങ്ങനെ രാവും പകലിരുന്ന് പണിയെടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കൂടാൻ പറ്റിയത്. പഠിച്ചവനെ, അവരുടെയൊക്കെ ജീവിതത്തിൽ നീ ഐശ്വര്യം ബർക്കത്തും കൊടുക്കണേ തമ്പുരാനെ. ഞാൻ +2 പഠിക്കുക ഉസ്താദ് എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട കൊച്ചു ഓടി വന്നിട്ട് 2-3 പ്രാവശ്യം പറഞ്ഞു, അള്ളാഹുവേ, ഇവിടെ ഇരിക്കുന്ന ആ കുട്ടി അടക്കമുള്ള മുഴുവൻ മക്കളുടെയും പരീക്ഷയിൽ ഉന്നത വിജയം കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ അല്ലാഹ്, എന്നോട് അങ്ങനെ ആരൊക്കെ ദുആറക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെ എല്ലാ ഹലാലായ ഹാജത്തുകളും വീട്ടണേ തമ്പുരാനെ. ഈ പാതിരാ കഴിഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട വലിയല്ലാഹുവിന്റെ ഹളറത്തിൽ നിന്ന്, ഈ സലാത്തിന്റെ മജ്ലിസിൽ നിന്ന് വിശ്വാസത്തോടെ ഈ തേൻ ആര് കൊണ്ടുപോയി കഴിക്കുന്നുവോ, രോഗം മാറാൻ കഴിക്കുന്നവർക്ക് പൊന്നാര നബിയുടെ ഹക്ക് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാഹ്. കക്കടിപ്പുറം വലിയല്ലാഹുവിന്റെ കറാമത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, കുട്ടികൾ ജയിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങള് ഈ പറയപ്പെട്ട മഹാത്മ്യങ്ങളെ കൊണ്ട് ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാഹ്. അനുസരണയില്ലാത്ത മക്കൾക്ക് ആരെങ്കിലും കൊടുപ്പിക്കുന്നുണ്ടെങ്കിൽ ഉപ്പാക്കും ഉമ്മാക്കും കണ്ണിന് കുളിർമ നൽകുന്ന പ്രവർത്തനങ്ങളിൽ കൂടി ആ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ, ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ, അങ്ങനെ എന്ത് നെയ്യത്ത് ചെയ്ത് ആര് കുടിക്കുന്നുവോ പടച്ചവനെ, ആരെ കുടിപ്പിക്കുന്നുവോ പടച്ചവനെ, പൊന്നാര നബിയുടെ ഹക്ക് കൊണ്ട് നെയ്യത്ത് വീട്ടല്ലാ. സലാത്തിന്റെ ബർക്കത്തുകൊണ്ട് നെയ്യത്തിനെ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. ഇത് വാങ്ങിക്കൊണ്ട് ഇവിടെ കൊടുക്കുന്ന നേർച്ച കക്കടിപ്പുറം വലിയുള്ളവരുടെ കയ്യിൽ കൊടുക്കുന്ന നേർച്ചയിൽ നീ പെടുത്തണേ തമ്പുരാനെ. അപ്പൊ ഈ കയ്യിലില്ലാത്തവരും ഇപ്പൊ ഇതോർണം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുപോക്കോ. സംഘാടകരെ കണ്ടിട്ട് പറയാ, ഇന്നലെ ആ കക്കടിപ്പുറം വലിയുള്ളവരുടെ പേരിൽ ഞാൻ നെയ്യത്താക്കിയതാ എന്ന് പറഞ്ഞ് നാളെ കൊടുക്കുക. നിങ്ങൾക്ക് തിരുപ്പതി ഉള്ളു കൊടുക്കുക. ഇന്നൊന്നും ഞാൻ പറയണില്ല. എല്ലാവരും ഒരു 10 സലാത്തില്ല. ഇത് വേണ്ടവരെല്ലാം ഓടി വേഗം വരിക. വബി ബർക്കത്തി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ